ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തങ്കംസ് ഫാമിലി കിച്ചൻ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഈവനിങ് സ്നാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ചോറിന്റെ സൈഡ് ഡിഷ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു നോൺ വെജിന്റെ ഡിഷാണ് ഇന്നത്തെ റെസിപ്പി. ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള വീഡിയോ കൂടി കണ്ടന്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഒന്നും പറയാനില്ല, നമുക്ക് റെസിപ്പിയിലേക്ക് വേഗം പോകാം. അതിനായിട്ട് ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് മീൻ വെക്കുന്ന ചട്ടിയാണ്. അപ്പോൾ മീൻ വെക്കുന്ന ചട്ടി എടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്താണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷെന്ന്. അപ്പോൾ അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 അയല മീനാണ് ചേർക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഡിഷ് മീൻ ചേർത്തിട്ടാണ്. അതാണ് നോൺ വെജ് എന്ന് പറഞ്ഞതിൽ നമ്മുടെ നോൺ ഐറ്റം ഇന്നത്തെ അയല മീനാണ്. ഒരു 3 മീൻ വൃത്തിയായിട്ട് കഴുകി അത് ആ വെള്ളത്തിലേക്കിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വേകാൻ വെച്ചിരിക്കുകയാണ്. നല്ലപോലെ വേകരുത്, ഒരു പകുതി 50% വെന്താൽ മതി. എന്നിട്ട് ഇനി ഒന്ന് മറിച്ചു കൂടിയിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴേക്കും അത് വെന്ത് കിട്ടും. അപ്പോൾ 2 സൈഡും ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ മുള്ളൊന്ന് കളയണം. നമ്മുടെ ഡിഷിനകത്ത് മുള്ളൊക്കെ വീണാലും നമുക്ക് കഴിക്കുമ്പോൾ അതൊരു ടേസ്റ്റിന് കുറവായിട്ട് തോന്നും. അതുകൊണ്ടാണ് മുള്ള നമ്മൾ മാറ്റുന്നത്. അപ്പോൾ മുള്ള് മാറ്റാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതൊരു പകുതി വേവിച്ചെടുക്കുന്നത്. പകുതി വേവിച്ചെടുക്കുമ്പോൾ ഈ മീനകത്തുനിന്ന് മുള്ള് ഇങ്ങനെ എടുത്തു മാറ്റാൻ എളുപ്പമാണ്, മുള്ള് പൊടിഞ്ഞു പോകത്തുമില്ല. അപ്പോൾ ഇതെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഇത് ഒരു സ്പൂണ് കൊണ്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുള്ള് മാറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ അയല മീൻ പോലുള്ള ഈ വലിയ മുള്ളുള്ള മീനുകൾ ഉപയോഗിക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ മുള്ള് വേർപെടുത്തി എടുക്കുകയും ചെയ്യാം. ചെറിയ മത്തി മീനൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുള്ള് കടിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മുള്ളുള്ള മീനാണെങ്കിൽ അതും ഉപയോഗിക്കാം. നെത്തൽ മീൻ, ചെറിയ നെത്തൽ മീൻ ഉപയോഗിക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ മുള്ള് നീക്കുന്നത്. ഇതുപോലെ സ്പൂണ് കൊണ്ട് 2 സൈഡും ഇതുപോലൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ മുള്ളിങ്ങനെ എടുത്തു മാറ്റാം. ഒരു മുള്ള് പോലും അതിനകത്തുനിന്ന് അടർന്നു പോകാതെ നമുക്ക് കിട്ടും. അപ്പോൾ അതെല്ലാം അങ്ങനെ വൃത്തിയായിട്ട് എടുക്കാം. ഇനി നമ്മൾ ആ ചട്ടിയിലേക്ക് തന്നെ ഒരു 4-5 പച്ചമുളക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞ് ചേർക്കാം. 4-5 കഷ്ണം കുടംപുളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. വാളംപുളിയാണ് ഇഷ്ടമെങ്കിൽ അത് പിഴിഞ്ഞ് അതിൻ്റെ നീര് ചേർത്താൽ മതി. ഇനി അതിലേക്ക് 10 ചെറിയ ഉള്ളി അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിലെ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ നമ്മൾ എരിവിനായിട്ട് ഇവിടെ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. കുരുമുളക് പൊടിയും 3-4 പച്ചമുളകുമാണ് നമ്മൾ എരിവിനായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചുമന്ന മുളക് പൊടി ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം. ചുമന്ന മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മുടെ കറിയുടെ കളറ് ഒരു ചുമപ്പ് കളറായിട്ടിരിക്കും. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുക. നമ്മൾ ആദ്യം മീൻ വേവിച്ചപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ചെറിയൊരു മുറി തേങ്ങയാണ് ചിരണ്ടി ചേർത്തിരിക്കുന്നത്. അരച്ചിട്ടൊന്നുമില്ല, അതങ്ങനെ ചിരണ്ടി അതുപോലെ തന്നെ ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഡിഷിന് ഇടയ്ക്കിടയ്ക്ക് തേങ്ങ കടിക്കുന്നത് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് അരച്ച് ചേർക്കാത്തത്. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കുകയോ ചെറുതായിട്ടൊന്ന് അരച്ച് ചേർക്കുകയോ ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്, ഈ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ മീൻ ദാണ്ട ഇങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മീൻ ഒരു 8 പീസായിട്ടൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്. കത്തി ഉപയോഗിച്ചിട്ടല്ല, ജസ്റ്റ് കൈകൊണ്ട് തന്നെ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. മുള്ളൊന്നുമില്ല അതിനകത്തുനിന്ന്, മുള്ളെല്ലാം നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഇടണം. അങ്ങനെ ഇടുമ്പോഴാണ് നമ്മൾക്ക് ഈ ഡിഷിനകത്തുനിന്ന് കഴിക്കുമ്പോൾ ഈ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത്. അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഇനി ഇതുപോലെ ചട്ടുകം വെച്ച് വേണം ഇളക്കി യോജിപ്പിക്കുവാൻ. ചട്ടുകം വെച്ച് ഇളക്കുമ്പോൾ ഈ മീൻ ഇനി പൊടിയാതെ ഇങ്ങനെ തന്നെ കിടന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഇളക്കി ഒന്ന് നന്നായിട്ട് ചൂടാവാൻ വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ മുള്ള് കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ അതിൽ നിന്ന് മീനിൻ്റെ മുള്ള് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ മുള്ളും ഇതുപോലെ മാറ്റാൻ പറ്റും. ഇതുപോലെ വൃത്തിയായിട്ട് മുള്ള് മാറ്റാൻ പറ്റുന്ന മീനൊക്കെ ഈ ഡിഷിനായിട്ട് ഉപയോഗിക്കാം. ഇനി നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമായിട്ടുള്ള കപ്പയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഞാൻ വലിയ കഷ്ണങ്ങളാക്കി വേവിച്ചതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വേവിച്ചത് വേണമെങ്കിലും എടുക്കാം. എന്തായാലും കഷ്ണങ്ങൾ ചെറുതാക്കി ഇടുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഒരുപാട് വെന്ത് പോകരുത്, ഇതുപോലെ കുറച്ച് കഷ്ണങ്ങളായിട്ട് തന്നെ കിട്ടുകയും വേണം. അപ്പോഴാണ് ഇത് നമ്മൾ ഇളക്കി എല്ലാം കൂടി അതിനകത്ത് ഇളക്കി യോജിപ്പിച്ച് എടുക്കുമ്പോഴേക്കും നമുക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കപ്പയുടെ കഷ്ണം ഇങ്ങനെ കുറച്ച് കട്ടിക്ക് കിടക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ എല്ലാം കൂടെ വെന്ത് കുഴഞ്ഞ് ഒരു അവിയൽ പരുവായി പോവും. അപ്പോൾ അങ്ങനെ വരരുത്.
അപ്പോൾ ഇത് ഇനി കപ്പ കഷ്ണം കൂടി അതിനകത്തേക്ക് ഇട്ട് ഇളക്കിയതിന് ശേഷം അതും ചട്ടുകം കൊണ്ട് തന്നെ ഇളക്കണം. നമ്മുടെ മീൻ പൊടിഞ്ഞു പോകാതിരിക്കാനാണ്. കുറച്ചൊക്കെ പൊടിയും, എന്നാലും കുറച്ച് കഷ്ണങ്ങൾ നമുക്ക് കിട്ടും. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടെ ഇളക്കി അടച്ചു വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ കറക്റ്റാണോ എന്ന് നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. കപ്പ ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഇതിന് ഒരല്പം ഉപ്പ് മുന്നിൽ നിൽക്കുന്നതാണ് നല്ലത്. ഉപ്പ് കുറഞ്ഞു പോകുമ്പോൾ ടേസ്റ്റ് നല്ല വ്യത്യാസം വരുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ വെള്ളം ഒഴിക്കരുത്. കാരണം നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കാനുള്ളതാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഇവിടെ ഓപ്ഷനിലാണ്. തേങ്ങാപ്പാൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഈ കറിക്ക് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളത് ഓപ്ഷനാണെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കണ്ട. തീർച്ചയായിട്ടും അല്പം ചേർത്തിരിക്കണം. ഇനി ഇതെല്ലാം കൂടെ എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. അത് നോക്കി ചേർക്കണം, കൂടുതലായി പോകരുത്. ഇളക്കി കഴിയുമ്പോൾ ഇതുപോലൊന്ന് കുഴഞ്ഞിരുന്നാൽ മതി. കാരണം ഇനി ഇത് നമ്മൾ അധികം ചൂടാക്കുന്നില്ല. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അടച്ചു വെച്ച് സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട്. പിന്നെ കടുക് താളിച്ചൊഴിച്ചിട്ട് നമ്മളിത് സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ കറിവേപ്പിലയൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ നന്നായിട്ട് ചേർക്കാം. ഇനി കടുക് താളിച്ചൊഴിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഡിഷ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു ഒരു അരമണിക്കൂർ അങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം വേണം ഉപയോഗിക്കുവാൻ. അപ്പോഴാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് ആ കപ്പയിലേക്ക് എല്ലാം ഈ മീനിൻ്റെയും മസാലയുടെയും എല്ലാം ടേസ്റ്റ് പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. തീർച്ചയായിട്ടും ഞാനിന്ന് നിങ്ങളോട് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അത്ര നല്ല ടേസ്റ്റാണിത്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് കപ്പയൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് കപ്പയുടെ അളവ് കൂട്ടണം. ഇതിപ്പോൾ ഞാൻ നമ്മുടെ ചോറിനൊരു സൈഡ് ഡിഷായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് കപ്പ് ഇട്ടത്. അപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഈവനിങ് സ്നാക്ക് അങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ എടുത്തതിൻ്റെ ഇരട്ടി കപ്പ് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഏകദേശം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻസായിട്ട് രേഖപ്പെടുത്തണം. അത്രയ്ക്ക് നല്ലൊരു ഡിഷാണ്. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.